അപ്പോൾ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാമോ? രുദ്രാക്ഷത്തിന് അശുദ്ധി ബാധിക്കുമോ? പക്ഷെ രുദ്രാക്ഷം വാങ്ങുമ്പോൾ ഹരി ഓം നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. രുദ്രാക്ഷത്തെ പറ്റിയും രുദ്രാക്ഷധാരണത്തെ പറ്റിയും അനവധി പേർ സംശയങ്ങൾ ചോദിക്കുക പതിവുണ്ട്. എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാമോ? ധരിക്കാമെങ്കിൽ ഏത് രുദ്രാക്ഷം ധരിക്കാം? രുദ്രാക്ഷം ധരിക്കുമ്പോൾ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ എന്ന വിഷയത്തെപ്പറ്റി പുരാണങ്ങൾ എന്തു പറയുന്നു? പ്രധാനമായും നാം അവലംബമാക്കി വെച്ചിട്ടുള്ളത് ദേവീഭാഗവതം രുദ്രാക്ഷങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് വർണ്ണിക്കുന്ന ഒരു പുരാണമാണ്. രുദ്രാക്ഷ മാഹാത്മ്യം തന്നെ ദേവീഭാഗവത്തിൻ്റെ അവസാന അധ്യായങ്ങൾ പരിശോധിച്ചാൽ രുദ്രാക്ഷ മാഹാത്മ്യങ്ങൾ അനവധിയായ അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. നാം അനവധി എപ്പിസോഡുകളിലായിട്ട് വർണ്ണിച്ച ഗരുഡപുരാണത്തിലും രുദ്രാക്ഷ മാഹാത്മ്യത്തെക്കുറിച്ച്, രുദ്രാക്ഷ ധാരണ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നിർബന്ധമായും ഉത്തരമായിട്ട് പറയാനുള്ള ഒരു വിഷയമുള്ളൂ, രുദ്രാക്ഷം ധരിക്കാൻ എല്ലാവരും അർഹരാണ് എന്നാണ്. നാം അല്ല പറഞ്ഞത്, പുരാണ ദൃഷ്ടിയിൽ പറയുകയാണ്. എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാൻ അർഹതയുണ്ട് എന്നാണ് പുരാണങ്ങൾ വർണ്ണിക്കുന്നത്. അപ്പോൾ രുദ്രാക്ഷം ധരിച്ചാൽ പാപം ബാധിക്കില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ പാപങ്ങളെ തീർക്കുകയാണ് രുദ്രാക്ഷത്തിൻ്റെ ഉദ്ദേശം. എങ്ങനെയാണോ ഗംഗാസ്നാനത്തിന് എല്ലാവർക്കും ഫലമുള്ളത്, ഗംഗാസ്നാനത്തിൽ ആര് ഗംഗാസ്നാനം ചെയ്താലും അതിന് പൂർണ്ണമായ ഫലം ഉണ്ടാവും, അതുപോലെ രുദ്രാക്ഷധാരണം തന്നെ ശ്രേഷ്ഠമായ ഫലത്തെ നൽകും എന്ന് പറയുന്നു. ഇനി ശിവപുരാണ മാഹാത്മ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവനത്രേ രുദ്രാക്ഷവും ഭസ്മധാരണവും ചെയ്യണത്. അവര് സാക്ഷാൽ ശ്രീശങ്കരൻ തന്നെയായി മാറണു, ഭഗവാൻ തന്നെയായിട്ട് മാറണു എന്ന്. അവർ രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച ആള് ശിവസ്വരൂപിയാണ്, അദ്ദേഹത്തെ പാപങ്ങൾ ബാധിക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ ചോദ്യം അപ്രസക്തമാണ്. രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി. അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ അശുദ്ധിയോ അങ്ങനെയും ചോദിക്കാം. രുദ്രാക്ഷം അപ്പോൾ ധരിച്ചാൽ അശുദ്ധി ബാധിക്കുമോ എന്ന്. അതിനും ദേവീഭാഗവത ഉത്തരം ഭംഗിയായിട്ട് പറയുന്നുണ്ട്. യാതൊരു അശുദ്ധിയും ബാധിക്കാത്ത രണ്ട് പദാർത്ഥങ്ങൾ അത്രേ രുദ്രാക്ഷവും ഭസ്മവും. ഭസ്മത്തിനൊരു അശുദ്ധിയില്ല. മറ്റൊരു അധ്യായത്തിൽ നാം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പുലയുള്ളപ്പോഴും ബാലായ്മയുള്ളപ്പോൾ പോലും ഭസ്മധാരണം ചെയ്യാം. മറ്റ് ലേപനങ്ങളിലേതുപോലെ അശുദ്ധി ഭസ്മത്തിനില്ല. കാരണം എല്ലാം കത്തിജ്വലിച്ച് വെണ്ണീറായ ഭസ്മം എല്ലാ അശുദ്ധിയെയും തീർക്കുന്നതാണ്. അഗ്നിയോളം ശുദ്ധി മറ്റൊന്നിനും ഇല്ലല്ലോ അല്ലേ, അഗ്നിയിൽ എല്ലാം പരിശുദ്ധമല്ലേ. അതുകൊണ്ട് ഭസ്മത്തിന് യാതൊരു അശുദ്ധിയും ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ അശുദ്ധിയില്ലാത്ത പദാർത്ഥമാണ് രുദ്രാക്ഷം എന്നും പറയുന്നു. അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കാൻ എല്ലാവരും അർഹരാണ്. രുദ്രാക്ഷം ധരിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. ഒരു സന്ദർഭത്തിൽ ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു ഉണ്ണിയെ അച്ഛനമ്മമാർ ചേർന്ന് ഗുരുകുലത്തിൽ കൊണ്ടുവിടുകയാണ്, ഗുരുനാഥൻ്റെ ഒപ്പം വിദ്യ പഠിക്കാനായിട്ട്. ഒടുവിൽ താന്തോന്നിയായി ഇവൻ വിദ്യ അഭ്യസിക്കാതിരിക്കുക മാത്രമല്ല, ഗുരുപത്നിയുമായി ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഗുരുപത്നിയും ഈ ശിഷ്യനും കൂടെ ചേർന്ന് ഗുരുനാഥനെ കൊന്ന് ആശ്രമഭരണം ഏറ്റെടുത്തു. പിന്നീട് ഇവനെ തേടിയെത്തിയ മാതാപിതാക്കളെയും ഗുരുപത്നിയും ഇവനും ചേർന്ന് വധിച്ചു. പിന്നീട് സജ്ജനങ്ങളെല്ലാം തന്നെ അവരുടെ ഉപദ്രവം ഭയന്ന് ഇവര് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും പുലിയുടെ ആക്രമത്തിൽ മരിക്കുകയും ചെയ്തു അത്രേ. ഒടുവിൽ ഇവനെ യമകിങ്കരന്മാർ കൊണ്ടുപോകാൻ നിന്ന സമയത്ത് ശിവപാർഷദന്മാർ വന്ന് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ യമപാർഷദന്മാർ ചോദിക്കണു, ഇത്രയും വലിയ പാപങ്ങൾ ചെയ്തവൻ എങ്ങനെയാണ് കൈലാസത്തെ പ്രാപിക്കുന്നത്? ഗുരുനാഥനെ വധിച്ച ദുഷ്ടനായ ഇവൻ മാതാപിതാക്കളെയും വധിച്ചു, അനവധി പേരുടെ ശാപഗ്രസ്തനായ ഇവൻ ശിവലോകം പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മരണസമയത്ത് പുലിയുടെ ആക്രമത്തിൽ ഇവൻ്റെ ശരീരം ചെന്ന് വീണത് ഒരു രുദ്രാക്ഷ മരച്ചുവട്ടിലും ഇവൻ്റെ കൈകൾ അറിയാതെയെങ്കിലും ഒരു രുദ്രാക്ഷത്തെ സ്പർശിക്കുകയെ ചെയ്തു. അതുകൊണ്ട് രുദ്രാക്ഷ സ്പർശനം കൊണ്ട് തന്നെ ഇവൻ ചെയ്ത സമസ്ത പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ സ്പർശം കൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്നും മോക്ഷം, മുക്തി സിദ്ധിച്ചു എന്നാണ് പറയുന്നത്. കാരണം എല്ലാ പദാർത്ഥങ്ങൾക്കും ഒരു ഊർജ്ജമുണ്ട് അല്ലേ. ഇത് ശാസ്ത്രീയതയും കൂടെ ഒന്ന് പറയാം. ഒരു ഫലം എടുത്താൽ, ഒരു പഴം എടുത്താൽ ആ പഴത്തിൻ്റെ ചുറ്റും
അതിൻ്റെ ഒരു ഊർജ്ജവലയുണ്ട്. അതിനകത്തൊരു ജീവനും ഉണ്ട്. ഒരു മാങ്ങ എടുത്താൽ അതിൻ്റെ വിത്തിലൊരു ജീവനുണ്ട്, ഒരു ചക്ക എടുത്താൽ അതിൻ്റെ വിത്തിലൊരു ജീവനുണ്ട്. അത് പ്രകൃതിയാൽ തന്നെ മുളയ്ക്കണതാണ്. നമ്മൾ കൃത്രിമത്വം ഒന്നും ചെയ്തില്ലെങ്കിൽ അത് ആ ജീവൻ ഒരു കാലം കഴിയുമ്പോൾ മുളയ്ക്കും. യഥാർത്ഥത്തിൽ രുദ്രാക്ഷ വൃക്ഷത്തിനകത്തെ രുദ്രാക്ഷവും യഥാർത്ഥത്തിൽ കാലം കൊണ്ട് മുളയ്ക്കുന്നതാണ്. അതിന് നമ്മൾ പ്രത്യേക സംസ്കരണങ്ങളൊക്കെ ചെയ്യണതുകൊണ്ടാണ് അത് മുളയ്ക്കാതിരിക്കുന്നത്. അതിനുള്ളിലെ ജീവൻ്റെ തരംഗം, ഡൈമെൻഷൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ശരീരത്തേക്കാൾ വലുതാണത്രേ. ഈ ഒരു ഗുണം രുദ്രാക്ഷ വിത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളുടെ ഹൈന്ദവ ശാസ്ത്രം വർണ്ണിക്കുന്നത്. ഇത്രയും വലിയ ഊർജ്ജവലയമുള്ള രുദ്രാക്ഷം ധരിക്കുന്ന ആൾക്കും ആ ഊർജ്ജവലയത്തിൻ്റെ വലിയൊരു ശക്തിയും ചൈതന്യവും ലഭിക്കുന്നു അത്രേ. അതുകൊണ്ടാണ് മറ്റ് വസ്തുക്കളെ അപേക്ഷിച്ച് രുദ്രാക്ഷത്തിന് ഇത്ര മാഹാത്മ്യവും പ്രാധാന്യവും കൽപ്പിക്കാൻ കാരണം. തീർച്ചയായിട്ടും ധരിക്കാം. രുദ്രാക്ഷത്തിന് അശുദ്ധി ബാധിക്കുകയോ നമ്മളെ ബാധിച്ച ഒരു അശുദ്ധിയും രുദ്രാക്ഷത്തെ ബാധിക്കില്ല. അത്ര കണ്ട് പരിശുദ്ധമാണ് രുദ്രാക്ഷം. പക്ഷെ രുദ്രാക്ഷം വാങ്ങുമ്പോൾ എവിടെ നിന്നാണെന്ന് കൃത്യമായി പരിശോധിക്കണം. ധാരാളം രുദ്രാക്ഷം എന്ന പേരിൽ പലതും ലഭിക്കാൻ ഇടവരുണ്ട്. യഥാർത്ഥ രുദ്രാക്ഷം പ്രത്യേകം പരിശോധിച്ച ശേഷം മാത്രം, അതിൻ്റെ ഊർജ്ജ സ്രോതസ്സും പരിശോധിച്ച ശേഷം മാത്രം ധരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായി ഇനി അധ്യായത്തിൽ കാണാം. നമസ്കാരം.